പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി വചന ശുശ്രൂഷകളിലേക്ക് രക്ഷിതാവായ ഈശോയുടെ അത്ഭുതകരമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ സ്നേഹത്തോടുകൂടി സ്വാഗതം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനേക വർഷങ്ങളായി അഭിഷേകാഗ്നി ശുശ്രൂഷയിലൂടെ നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പലതരത്തിലുള്ള അഭിഷേകങ്ങൾ നമുക്ക് നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ വചനം നൽകി ശക്തിപ്പെടുത്തുകയും വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് നമ്മളെ നിറയ്ക്കുകയും ചെയ്യുന്ന വലിയ കൃപയുടെ സമയമാണ് അഭിഷേകാഗ്നി വചന ശുശ്രൂഷയുടെ സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. നമ്മളൊന്ന് ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ വീണ്ടും വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ പറയുന്ന കാര്യം അതാണല്ലോ, പരിശുദ്ധാത്മാവ് സഹായകനാണ്, പാരക്ലേത്യാണെന്ന് പറഞ്ഞ അർത്ഥം അടുത്തേക്ക് വിളിച്ചു നിർത്തപ്പെടേണ്ടവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുകയാണ്, ജോൺ ചാപ്റ്റർ 14:16, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിന്ന് ഈ അഭിഷേകാഗ്നി എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജോയൽ പ്രവാചകൻ വഴി കടന്നു വന്ന ആ ഒരു പരിശുദ്ധാത്മാവ്, പ്രവചനത്തിലൂടെ കടന്നു വരുന്ന പരിശുദ്ധാത്മാവ്, ഇന്നും പൂർത്തീകരിക്കുന്ന പരിശുദ്ധാത്മാവ്, ആദിമസഭയിൽ അപ്പസ്തോലന്മാർ പ്രസംഗിച്ച പരിശുദ്ധാത്മാവ്, പത്രോസ് ശ്ലീഹ എഴുന്നേറ്റ് ശക്തിയോടുകൂടി ജോയൽ പ്രവാചകൻ ഉദ്ധരിച്ചുകൊണ്ട് നാളുകളിൽ എല്ലാവരുടെ മേൽ എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കും. I will pour out the Holy Spirit upon all flesh. എല്ലാ യുവാക്കന്മാർക്കും യുവതികൾക്കും ദർശനങ്ങൾ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യുക. ഇത് കേൾക്കുന്ന കാണുന്ന ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. അത്ഭുതകരമായ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങൾ പ്രവചിക്കട്ടെ, ഞങ്ങൾ സ്വർഗീയ ദർശനങ്ങളെ കാണട്ടെ, ഞങ്ങളുടെ മക്കളുടെ തലമുറയുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, അഭിഷേകം വർദ്ധിക്കട്ടെ, കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ. യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് എല്ലാവരും ഉദ്ഘോഷിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പ്രവാചകൻ വഴിയാ വാഗ്ദാനം ചെയ്തതു ഈ ദാസരിൽ നിറഞ്ഞിടുവാൻ ആത്മാവിനെ വർഷിക്കണമേ. ജോയിൽ പ്രവാചകൻ വഴിയാ വാഗ്ദാനം ചെയ്തതു നിറവോടെ ഈ ദാസരിൽ നിറയണമേ. നിറഞ്ഞിടുവാൻ ആത്മാവിനെ വർഷിക്കണമേ. കർത്താവാം ദൈവമേ വാഗ്ദാനം ആത്മാവിനെ വർഷിക്കണമേ. കർത്താവാം ദൈവമേ വാഗ്ദാനം ആത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രമാമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രമാമേ. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വൃദ്ധന്മാരിൽ നവസ്വപ്നങ്ങൾ, യുവജനങ്ങൾക്ക് ദർശനങ്ങൾ, അടയാളങ്ങളും അത്ഭുതങ്ങളും
രോഗശാന്തികളും യേശുനാമത്തിൽ സംഭവിക്കട്ടെ. കൃപയ്ക്ക് മേൽ കൃപ നിറയട്ടെ, കൃപാവരങ്ങൾ നിറയട്ടെ, സ്വർഗത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. വൃദ്ധന്മാരിൽ നവസ്വപ്നവും യുവജനനിരയിൽ ദർശനവും. ആത്മാവേ, യുവജനനിരയിൽ ദർശനവും അടയാളങ്ങളും അത്ഭുതവും സകലരിലും നവജീവിതവും. അടയാളങ്ങളും അത്ഭുതവും സകലരിലും നവജീവിതവും. കൈകൾ ഉയർത്തി അരുളിയപ്പോ ആത്മാവിനെ വർഷിക്കണം. വലിയ ദാഹത്തോടെ കർത്താവാം ദൈവമേ വാഗ്ദാനം പോ ആത്മാവിനെ വർഷിക്കണമേ. കർത്താവാം ദൈവമേ വാഗ്ദാനം പോ ആത്മാവിനെ വർഷിക്കണമേ. കർത്താവാം ദൈവമേ വാഗ്ദാനം പോ ആത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, 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 സ്തോത്രമാമേ. ഹല്ലേലൂയ, 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 സ്തോത്രമാമേ. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഓരോ മകനെയും മകളെ സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവെ സാക്ഷ്യം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ വലിയ വിശ്വാസാഭിഷേകം വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, രോഗികളായിട്ടുള്ളവരെ സ്പർശിക്കണമേ. തകർന്ന കുടുംബങ്ങളെ പുനരുദ്ധരിക്കണമേ. ഒരുപാട് അന്ധകാരത്തിൽ കഴിയുന്ന യുവതിവാക്കന്മാരുടെ മേൽ പ്രകാശം അങ്ങ് വീശണമേ. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ അങ്ങ് സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവേ, രോഗം പിടിച്ച ശരീരങ്ങളിലേക്ക് അത്ഭുതകരമായ യേശുനാമത്തിൻ്റെ സൗഖ്യങ്ങൾ ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 4:30. ഓ പിതാവായ ദൈവമേ, യേശുവിൻ്റെ നാമത്തിനടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൈകൾ നീട്ടണമേ. നിങ്ങളുടെ നാമത്തിൽ രോഗശാന്തികളും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കാൻ കൈകൾ നീട്ടണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പം അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. അഭിഷേകം എല്ലാവരുടെ മേലും നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായിട്ടിരുന്ന് കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ ചൊരിയുന്ന എല്ലാ നന്മകൾക്ക് നമുക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് അഭിഷേകാഗ്നി ശുശ്രൂഷകളിലൂടെ നമ്മുടെ കർത്താവ് ചൊരിയുന്ന കൂടാനുകൂടി നന്മകൾ പ്രിയപ്പെട്ടവരെ ഓർത്ത് നന്ദി പറഞ്ഞ് ഒരു സാക്ഷ്യ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് അമല. ഞങ്ങൾ വണ്ണപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. 2021 ഫെബ്രുവരി 20 ഞങ്ങൾക്ക് ഇരട്ടക്കുട്ടികളെ നൽകി ഈശോ അനുഗ്രഹിച്ചു. പക്ഷെ അവർ മാസം തികയാതെയാണ് ഉണ്ടായത്. 7 മാസം പൂർത്തിയായി കഴിഞ്ഞപ്പോഴത്തേക്കും അവരുണ്ടായി. ഞങ്ങൾക്കൊന്നും കാണാൻ പോലും കിട്ടിയില്ല. അതിന് മുന്നേ NICUലോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറയുന്നത് അവർക്ക് അവരുടെ ലങ്സും ഇതൊന്നും പൂർണ്ണ വളർച്ചയിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ അവയവങ്ങളൊന്നും പൂർണ്ണ വളർച്ചയിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ആണ് ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു കുട്ടികൾ വെന്റിലേറ്ററിലാണ്, കുറച്ച് സീരിയസും കൂടിയാണ്, പ്രാർത്ഥിക്കുക എന്നത് മാത്രമേ ഇനി വഴിയുള്ളൂ. അവർക്ക് ഡോക്ടേഴ്സിന് ചെയ്യാനുള്ളത് അവർ ചെയ്യും, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, പ്രാർത്ഥിക്കുക എന്നത് മാത്രമേ വഴിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ 2 ദിവസം നോർമലായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷെ അതിൻ്റെ ഇടയിൽ മോന് തലയിൽ ബ്ലീഡിങ് ഉണ്ടായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ബ്ലീഡിങ് ഉണ്ടായാൽ പ്രശ്നമാണ്, ചിലപ്പോൾ കുട്ടീനെ കിട്ടത്തില്ല എന്നും കൂടി പറഞ്ഞു. അപ്പോഴാണ് മമ്മി പറയുന്നത് നമുക്ക് യൂട്യൂബിൽ അഭിഷേകാഗ്നി കണ്ട് നമുക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാം, മാതാവ് എന്തായാലും കൈവിടത്തില്ല എന്ന് അത്ര വിശ്വാസത്തോടെ മമ്മി ഇങ്ങനെ പറയുകയുണ്ടായി. അപ്പം ഞങ്ങൾക്കാണെങ്കിലും ഭയങ്കരമായിട്ട് വിശ്വാസം കൂടി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് യൂട്യൂബിൽ അഭിഷേകാഗ്നി ഓരോന്ന് തീരുമ്പോൾ ഓരോന്ന് അടുത്തടുത്ത വീഡിയോസ് കണ്ട് കരഞ്ഞ് ഒത്തിരി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈശോയോട് ഇങ്ങനെ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു, നാളെ രാവിലെയാണ് ഡോക്ടർ വന്നിട്ട് കുട്ടികളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നാളെ രാവിലെ ഡോക്ടർ വരുമ്പം സന്തോഷമായിട്ടൊരു വാർത്ത ഞങ്ങൾക്ക് കേൾക്കാൻ ഇടയുണ്ടാവണമെന്ന് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ പിറ്റേ ദിവസം ഡോക്ടർ വന്നപ്പം ഞങ്ങളോട് ആദ്യം പറഞ്ഞത് ഒരു കുട്ടീനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയെന്നാണ്.
അത് കേട്ട് ഞങ്ങൾ ഒത്തിരി സന്തോഷിച്ചു. പിറ്റേ ദിവസം തന്നെ സന്തോഷ വാർത്ത കേൾക്കാൻ ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ ഓരോ ദിവസവും മുടങ്ങാതെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരുപാട് വീഡിയോസ് കണ്ട് കരഞ്ഞ് ഒത്തിരി നിലവിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഓരോ ദിവസവും ഇമ്പ്രൂവ്മെൻറ്റ് തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഓരോ ഓക്സിജൻ്റെ ഓരോ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ മാറ്റി മാറ്റി കുട്ടികളെ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് കയ്യിലോട്ട് തിരിച്ചു തരികയും ചെയ്തു. ശരിക്കും 7-ാം മാസത്തിലാണ് അല്ലേ, 7-ാം മാസത്തിൽ ഉണ്ടായതാണ്. അതിൻ്റേത് മാത്രമല്ല കുറേ കോംപ്ലിക്കേഷൻസ്. പക്ഷെ ഇവർ വിശ്വാസത്തോടെ വചനം കേട്ട് വചനം കൊണ്ട് വചനത്തിൻ്റെ ശക്തിയാൽ സൗഖ്യം ഉണ്ടാകാൻ വേണ്ടി തന്നെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. നിരന്തരം വചനം കേട്ടുകൊണ്ടിരുന്നു. ഈശോവരുടെ നിലവിളി പ്രാർത്ഥന കേട്ടു. അങ്ങനെ ഒരു വചനമുണ്ട്, അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. 107-ാം സങ്കീർത്തനത്തിലെ 20-ാമത്തെ വചനം എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഒച്ചത്തിൽ നിന്ന് വായിച്ച് എവരിബഡി. അവിടുന്ന് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അതുപോലെ പ്രകടമായ വിധം ഇവരുടെ കണ്ണുനീരിൽ, ആ വിനാശത്തിൽ, ആ ഞെരുക്കത്തിൽ വചനം കൊണ്ട് ഇവരെ കർത്താവ് സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. കുഞ്ഞിനെ കിട്ടില്ല എന്ന് പറഞ്ഞ ദിവസമാണ് ഈ അഭിഷേകിനെ കണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. അന്നേരം അവരൊരു നേർച്ച നേർന്നു. ശരിക്കും 2 മക്കളെയും ജീവനോടെ നൽകുകയാണെങ്കിൽ ഈ അട്ടപ്പാടി മലമുകളിൽ മക്കളെ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്താന്ന് പറഞ്ഞ പിറ്റേ ദിവസമാണ് ഈ സന്തോഷ വാർത്ത പറയുന്നത്. 2 കുട്ടികളെ ജീവനോടെ കിട്ടുകയാണെങ്കിൽ, അപ്പോൾ ഡോക്ടർമാർ ഓരോ കുട്ടിക്ക് ബുദ്ധിമുട്ട് പറഞ്ഞായിരുന്നല്ലേ, ഒരു ചിലപ്പോൾ ഒരു കുട്ടിയുടെ കാര്യം ബുദ്ധിമുട്ടാവും, ബ്ലീഡിംഗ് ഒക്കെ തലയിലായതുകൊണ്ട്. അതും കൂടാതെ പിന്നെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം ഒരു തുള്ളി പോലും ബ്ലഡ് ഇല്ലാതെ ബ്ലഡ് മൊത്തം വലിഞ്ഞു പോയതായിട്ടും കാണിച്ചു തന്നു. ഒരു ബ്ലീഡിങ്ങിന്റെ അവസ്ഥ കംപ്ലീറ്റ് കർത്താവ് ഹീലിംഗ് കൊടുത്തു. പിന്നെ നോക്കുമ്പോൾ അങ്ങനത്തെ സംഗതി ഇല്ല. പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് ആയി, പെട്ടെന്ന് റിക്കവറി ആയി. 2 കുട്ടികളെ ജീവനോടെ കിട്ടി. അവരെ നേർച്ച പൂർത്തിയാക്കി ഇന്ന് ഒരുമിച്ച് വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച ഒരു വചനം, മത്തായി സുവിശേഷം 10:34 ഒരു വചനമുണ്ട്. ആ വചനം നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്. വചനം പറയുന്നത് എങ്ങനെയാണ്? മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ തിരുവാക്യം. ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്, സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വചനം കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ സങ്കടം വരും, ചിലപ്പോൾ നമുക്ക് സംശയങ്ങളുണ്ടാകും. ഈശോ സമാധാന രാജാവായി ഈശോ കടന്നു വന്ന് സമാധാനം പ്രസംഗിക്കുന്നു. പക്ഷേ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഭവനങ്ങളിൽ വാളിൻ്റെ അനുഭവം, ചിലപ്പോൾ ഭിന്നതയുടെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ പലതരത്തിലുള്ള സഹനത്തിൻ്റെ അനുഭവങ്ങളിലൂടെ പല കുടുംബങ്ങളും കടന്നു പോവുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത അത് വാളുപോലെ മൂർച്ചയേറിയതാണ്. യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും അതിന് മുമ്പൊക്കെ അന്നത്തെ യഹൂദ സംസ്കാരത്തിൽ ഏറ്റവും മൂർച്ചയുള്ള ആയുധമാണ് സോഡ്, വാള്, ഏറ്റവും മൂർച്ചയുള്ള ആയുധം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനത്തിൽ എബ്രായ ലേഖനത്തിൽ 4:12 നമ്മളിങ്ങനെ നമുക്കറിയുന്ന വചനമാണ്. കർത്താവിൻ്റെ വചനം എങ്ങനെയാണ് പറയുന്നത്? ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അപ്പോൾ ഈ വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുമ്പോൾ, ചില ഭവനങ്ങളിലേക്ക് വചനത്തിൻ്റെ വാളങ്ങോട്ട് വരുമ്പോൾ, ആ വചനത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കാൻ പറ്റാത്ത ചില ആളുകൾ, അവർക്ക് എന്ത് പറ്റി? അവർക്ക് കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളാണ്. അതോടെ തന്നെ വചനം സ്വീകരിച്ച ആൾക്കാർക്ക് അവർക്കും ചിലപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില കുടുംബങ്ങളിൽ അങ്ങനെ ഉണ്ട് താനും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ടാണ് ഈശോ വീണ്ടും മത്തായി സുവിശേഷം 10:36 ഈശോ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ചിലപ്പോൾ ചില കുടുംബത്തിൽ അങ്ങൾ തന്നെയായിരിക്കും അവരുടെ ശത്രുക്കൾ. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ. ചിലപ്പോൾ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും.
നിങ്ങൾ യേശുവിലേക്ക് വന്നു, അഭിഷേകാഗ്നി കാണുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ വിശ്വാസത്തിൻ്റെ ഒത്തിരി കുറവുള്ള, നിരീശ്വര ചിന്തകളുള്ള, ആത്മീയകാരൊട്ടും താല്പര്യമില്ലാത്ത ആൾക്കാർ നമ്മുടെ ഭവനങ്ങളിലുണ്ടെങ്കിൽ, കൂട്ടുകാരുണ്ടെങ്കിൽ, അവർ ചിലപ്പോൾ ഭയങ്കര ശത്രുത നമ്മോട് പുലർത്തും. നമുക്കാണെങ്കിൽ യേശുവിനെ സ്നേഹിക്കണം, വചനം കേൾക്കണം, അതിൽ വിശ്വസിക്കണം. ചില ആൾക്കാർക്ക് അത് പറ്റാത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു വീട്ടിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ ശത്രുക്കൾ. ഇപ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മുടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അതിനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഓർക്കുകയാണ് വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ ജീവിതം. സെൻറ്റ് തോമസ് അക്വീനാസ് വലിയ വിശുദ്ധൻ, വലിയ ബുദ്ധിമാൻ. ഐൻസ്റ്റീൻ എന്ന് പറയുന്ന വലിയ ശാസ്ത്രജ്ഞൻ്റെ അതേപോലെ ഐക്യമുള്ള വിശുദ്ധനാണ് സെൻറ്റ് തോമസ് അക്വീനാസ്. വലിയ കുബേര കുടുംബത്തിലെ വലിയ ജന്മികളായിട്ടുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് ഈ തോമസ് അക്വീനാസ്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ആഗ്രഹം വൈദികനാകണം, അതും നല്ല സന്യാസ സഭയിൽ ചേരണം. ഇപ്പോൾ ഡൊമിനിക്കൻ സന്യാസ സഭയിൽ ചേർന്ന് വൈദികനാണെന്ന് ആഗ്രഹം. അപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹം വന്നു. അദ്ദേഹം വീട്ടുകാരോട് പറഞ്ഞപ്പോൾ വീട്ടുകാർ നഖശികാന്ത് എതിർത്തു. പക്ഷേ ഇദ്ദേഹം ഒട്ടും കൊടുക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരങ്ങൾ അദ്ദേഹത്തെ ഒരു ജയിലിലടച്ചു. അപ്പോൾ അവർ വലിയ ജന്മികളായതുകൊണ്ട് കാസിലൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ അങ്ങനെ ആ ജയിൽ അറകളൊക്കെ ഉണ്ട്, അതിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ 1 വർഷത്തോളം ജയിലിലടച്ചു. അപ്പോൾ സഹോദരങ്ങൾക്കും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവർക്കൊക്കെ ഇദ്ദേഹം നല്ല പണമൊക്കെ ഉള്ള, അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ വൈദികനാകുന്നതിന് അവർക്ക് തടസ്സമില്ല. പക്ഷേ ദാരിദ്ര്യം, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു കൃപയിൽ പോകുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും, ഈ സ്വന്തം സഹോദരങ്ങൾ ഇദ്ദേഹത്തിന് വിശുദ്ധി നശിപ്പിക്കാൻ വേണ്ടി ഒരു വേശ്യയായിട്ടുള്ള ഒരു സ്ത്രീയെ ഇദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് അയച്ചു. അതുപോലെ ക്രൂരകൃത്യമാണ് അവർ ചെയ്തത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, വിശുദ്ധനായ തോമസ് അക്വീനാസ് അദ്ദേഹം അതിനെ അതിജീവിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹത്തിൻ്റെ മുറിയിൽ തണുപ്പുള്ള സമയമാണ്. അപ്പോൾ ഇങ്ങനെ വിറക് കത്തിച്ച് അവരിങ്ങനെ ചൂട് ഉണ്ടാക്കും. അപ്പോൾ അതൊരു വിറകുകൊള്ളി എടുത്ത് അദ്ദേഹം ആദ്യം സ്വന്തം കൈ അങ്ങോട്ട് പൊള്ളിച്ചു. സ്വന്തം കൈ പൊള്ളിച്ചു കഴിഞ്ഞപ്പോൾ ആ വേദന കൊണ്ട് ഈ ഒരു പ്രലോഭനത്തെ അതിജീവിക്കാൻ ശക്തി കിട്ടിയെന്ന് മാത്രമല്ല, തുടർന്ന് ഇത് ഈ തീക്കൊള്ളി കാണിച്ച സ്ത്രീനെ പറഞ്ഞ് പേടിപ്പിച്ച് ഓടിപ്പിച്ചു. പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് തോമസ് അക്വീനാസ് അതിനുശേഷം വൈദികനായി അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ കത്തോലിക്ക തിരുസഭയിൽ ഇതുപോലെ അഭിഷേകമുള്ള ഒരാൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ കർത്താവ് ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തം വീട്ടിൽ തന്നെയായിരിക്കും ശത്രുക്കൾ. അതിനെ അതിജീവിച്ച് തോമസ് അക്വീനാസ് വലിയ വിശുദ്ധനായിട്ട് മാറി, വേദപാരംഗതനായിട്ട് മാറി. ഞങ്ങളൊക്കെ സെമിനാരി പഠിക്കുമ്പോൾ ഏറ്റവും അധികം പഠിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര വിശകലനങ്ങളാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മുടെ കർത്താവ് വന്നത് സമാധാനം പ്രസംഗിക്കാനാണ്. കർത്താവ് പ്രസംഗിച്ചത് സമാധാനമാണ്. പക്ഷേ ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ട് എന്ത് പറ്റി? ഈ വാളിൻ്റെ അനുഭവം, ഭിന്നതയുടെ അനുഭവം പല ഭവനങ്ങളിലുണ്ടാകും. അതാണ് നമ്മൾക്ക് എഫേസ്യസ് ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 2-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം: വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. യേശു പ്രസംഗിച്ചത് സമാധാനമാണെങ്കിലും ചില ആളുകൾക്ക് അത് സ്വീകരിക്കാൻ പറ്റാതെ വലിയ പ്രതിസന്ധിയിലൂടെ പോവുകയാണ്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ഒരു വാള് നമ്മുടെ ഭവനത്തിലുണ്ടെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കണം. നിങ്ങൾക്ക് കർത്താവിൻ്റെ വചനം വീണ്ടും ശക്തിയും ബലവും നൽകുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. ഐശയ്യാ ചാപ്റ്റർ 9 വേഴ്സ് 6: എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. അവനാണ് കർത്താവായ യേശു. പക്ഷേ ആ കർത്താവായ യേശു പറയാണ്, സമാധാനമല്ല ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്, വാളാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ സമാധാന രാജാവിൻ്റെ ശുശ്രൂഷകളിലൂടെ ചിലപ്പോൾ വാളിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും നമ്മൾ വീണ്ടും ആ സമാധാന രാജാവിനെ മുറുകെ പിടിച്ച്, പ്രിയപ്പെട്ടവർ, നമ്മുടെ വാളുകളെ ഓർത്ത് ഒരുപാട് ഭയപ്പെടാതെ അത് സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിനെ മുറുകെ പിടിക്കാൻ പരിശുദ്ധാത്മാ നമ്മളെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ഈശോ തൻ്റെ ശിഷ്യന്മാരെ അടുത്തേക്ക് വിളിച്ച് അവർക്ക് അധികാരവും ശക്തിയും നൽകി വചനപ്രഘോഷണത്തിന് വേണ്ടി വിട്ടപ്പോൾ ഈശോ പറഞ്ഞൊരു കാര്യം മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലുണ്ട്. അതെങ്ങനെയാണ്? നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം.
ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്കു തന്നെ മടങ്ങട്ടെ. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവൻ. നോക്കിയേ, കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പം എന്ന് പറയുകയാണ് നിങ്ങൾ സമാധാനം ആശംസിക്കണം. പക്ഷേ ചിലപ്പോൾ അത് സ്വീകരിക്കാൻ പറ്റാത്ത കുടുംബങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഇപ്പം സമാധാനം ആശംസിക്കാനും സമാധാനം പ്രസംഗിക്കാനുമാണ് കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ അയക്കണത്. നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം 27-ാമത്തെ വാക്യം യേശു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്യുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സമാധാനം യേശു ശിഷ്യന്മാർക്ക് നൽകി ഉദ്ധാനത്തിന് ശേഷം ഭയപ്പെട്ടിരുന്ന ആൾക്കാരുടെ അടുത്തേക്ക് വീണ്ടും യേശു കടന്നു എന്ന് പറയുന്ന കാര്യം എന്താ? യോഹന്നാൻ 20:19 ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ. അപ്പോൾ ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് ശിഷ്യന്മാർക്ക് കൊടുക്കണ സമാധാനമാണ്. അതൊരു പ്രാവശ്യം കൊടുത്തിട്ട് തികയുന്നില്ല, ഈശോയ്ക്ക് മതിയാകുന്നില്ല. ഈശോ വീണ്ടും അവരോട് പറയുകയാണ്. അതിൻ്റെ 21-ാമത്തെ വാക്യം, യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അപ്പോൾ ഈശോ ശിഷ്യന്മാരെ സമാധാനം പ്രസംഗിക്കാനും സമാധാനം നൽകുവാനുമായിട്ട് അയക്കുകയാണെങ്കിലും പ്രിയപ്പെട്ട യേശുവിൻ്റെ സുവിശേഷം കേട്ട് കഴിയുമ്പോൾ പല കുടുംബങ്ങളിലും ഭിന്നതയും വാളും സമാധാനക്കേടും ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ബെനഡിക്ട് 16 മാർപ്പാപ്പ അദ്ദേഹം കർദിനാൾ റാറ്റ്സിംഗർ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ കത്തോലിക്ക കരിസ്മാറ്റിക് ശുശ്രൂഷ എല്ലാം ശക്തി പ്രാപിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി. ഈ ഒരുപാട് ആത്മാവിൻ്റെ ഒരു പ്രവർത്തനം അങ്ങോട്ട് സ്വർഗത്തിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അത് കുറേ ആളുകളുടെ വീട്ടിൽ വാള് കൊണ്ടുവന്നു. ചിലപ്പോൾ ചില ഇടവകയിൽ വാളുകൾ കൊണ്ടുവന്നു. ചിലപ്പോൾ ചില വികാരിച്ചന്മാർക്ക് ഈ പുതിയ ആത്മാവിൻ്റെ ഈ പുതിയൊരു അഭിഷേകത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അദ്ദേഹം മനോഹരമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ വന്നിട്ടുള്ളത് സമാധാനം കൊണ്ടുവരാനല്ല, ഭിന്നിപ്പ് അല്ലെങ്കിൽ വാള് കൊണ്ടുവരാനാണ്. അപ്പോൾ യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുമ്പോഴും ചിലപ്പോൾ ഈ ഒരു വാളിൻ്റെ അനുഭവം ഇടവകയിലാണേലും സന്യാസ സമൂഹത്തിലാണേലും അല്ലെങ്കിൽ ഭവനത്തിലാണേലും ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, ഒരു ഗിഫ്റ്റ് വരുമ്പോൾ, ഒരു സമ്മാനം വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഭിന്നതയുടെ അല്ലെങ്കിൽ ഒരു വാളിൻ്റെ ഒരു വേദനയുടെ അനുഭവം കൂടെ ചിലപ്പോഴുണ്ടാകും. പറഞ്ഞേ ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. സുവിശേഷം കത്തിപ്പടരുമ്പോൾ ആത്മാവിൻ്റെ വചനമാകുന്ന വാള് കടന്നു വരുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ ഉണ്ടാകും. അത് നമ്മൾ ഹൃദയം കൊണ്ട് അംഗീകരിക്കുക, അതിനെ ഓർത്ത് നന്ദി പറയുക. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 1:16 അവൻ്റെ വലത്തുകൈയിൽ 7 നക്ഷത്രങ്ങൾ, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ്ത്തലവാൾ, വചനം പൂർണ്ണശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. നോക്കിയേ, യേശുവിൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് മൂർച്ചയുള്ള ഇരുവായ്ത്തലവാളാണ്. ഈ വചനം, അഭിഷേകത്തിൻ്റെയും കൃപയുടെയും വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അതെപ്പോഴും നമുക്ക് സമാധാനം തരുമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ തോമസ് അക്വീനാസിനെ പോലെ ചില കുടുംബങ്ങളിൽ ആ കുടുംബാംഗങ്ങൾ തന്നെ വലിയ ശത്രുക്കളായിട്ട് മാറുന്ന അനുഭവത്തിലൂടെ കർത്താവ് നമ്മളെ നയിക്കും. അതിൽ നമ്മൾ തളരരുത്, മടുക്കരുത്, ശക്തിയോടെ മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഈ വാള് നമ്മുടെ കയ്യിൽ എടുക്കണമെന്ന് പൗലോസ്ലീഹ എഫേസുസിലെ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എഫേസുസ് 6:17 രക്ഷയുടെ പടത്തുപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ആത്മാവിൻ്റെ വാൾ എടുക്കണം എന്ന കാര്യത്തിന് സംശയമില്ല. നമ്മളത് പ്രസംഗിക്കാൻ മടിക്കരുത്. കർത്താവ് പറഞ്ഞു, നമ്മൾ ആ വാൾ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില വീടുകളിൽ ഭിന്നതയുണ്ടാകും,
ചിലപ്പോൾ ചില വീട്ടിലെ ആളുകൾ തമ്മിൽ ശത്രുതയുണ്ടാകും. അതിനെക്കുറിച്ച് നമ്മൾ ഭയപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ ഈ വാളെടുത്ത് ഉപയോഗിക്കണം. ഈ വചനമാകുന്ന വാള് എടുത്തുപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ ആ വചനം ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതതിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. ഹല്ലേലൂയാ. ഈ വചനം കേൾക്കുന്ന ചില വീടുകളിൽ ചില മക്കൾ, ചില യുവതിവാക്കന്മാർ, ചില ആളുകൾ, ചില പങ്കാളികൾ വിശ്വാസം അകന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഈ വാളിൻ്റെ അനുഭവം ചിലപ്പോൾ കൂടുതലുണ്ടാകും. നിരാശപ്പെടരുത്. ആദിമ കാലഘട്ടം മുതൽ കർത്താവായ യേശുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ കൂട്ടത്തിൽ ചില വീടുകളിലും ചില ഹൃദയങ്ങളിലും ഈ ഒരു വാളിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പിടിച്ചു നിൽക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തുടർന്ന് ദിവ്യകാരുണ്യ ഈശോനെ എഴുന്നേൽപ്പിച്ച് വെച്ച് നമ്മൾ കുറേ സമയം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇത് വചനം മതി, ശുശ്രൂഷ മതി, അതല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ വഴക്ക് കൂടി വരികയാണല്ലോ, ഈശോയിലേക്ക് വരുന്നതനുസരിച്ച് വാളിൻ്റെ മൂർച്ച കൂടുകയാണല്ലോ, ഭിന്നിപ്പ് കൂടുകയാണെന്നൊക്കെ വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ രാത്രി ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ കുടുംബങ്ങളെ സ്പർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയാ. വചനത്തിലൂടെ വീണ്ടും നമ്മളെ ശക്തിപ്പെടുത്തുകയും സംസാരിക്കുകയും നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയാ. നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കർത്താവിൻ്റെ വചനത്തിന് കൊടുക്കുമ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ കൂടെ നമുക്ക് അനുഭവപ്പെടുന്ന ഈ ഒരു വേദനകളും ഈ സങ്കടങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് തന്നെ സമർപ്പിച്ച് നമുക്ക് കർത്താവിനെ ശക്തമായിട്ട് സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കാം. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന നല്ല ഈശോയെ, വലിയ സാന്നിധ്യത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോ കർത്താവേ, അങ്ങ് സമാധാന രാജാവാണല്ലോ. കർത്താവേ, അങ്ങയുടെ വചനം ശക്തിയുള്ളതാണല്ലോ. കർത്താവേ, അങ്ങയുടെ സ്നേഹം അതിനേക്കാൾ അത്ഭുതകരമായ ശക്തിയുള്ളതാണല്ലോ. കർത്താവേ, ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങ് ആരാധിക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ സ്നേഹം ഒഴുകട്ടെ, ഹൃദയങ്ങളിലേക്ക് അങ്ങയുടെ സമാധാനം ഒഴുകട്ടെ. കർത്താവെ, ഭിന്നതയുടെയും വാളിൻ്റെ അനുഭവമുള്ള ഞങ്ങളുടെ എല്ലാ അവസ്ഥകളിലേക്കും അത്ഭുതകരമായ ശക്തി ഒഴുകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരങ്ങൾ ഉയർത്തി ജീവനുള്ള കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന, ജീവനുള്ളവനേ സമാധാന പ്രഭുവേ ആരാധന, ഗ്ലോറി ഗ്ലോറി യേശുവേ, ആശ്വാസപ്രദനേ ആരാധന. എന്റെ വിടുതലവൻ, എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യം അങ്ങേക്കാരാധന. എന്റെ വിടുതലവൻ, എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യം അങ്ങേക്കാരാധന. ആരാധന എന്നേശുവേ, ആരാധന എന്നേശുവേ, ആരാധിക്കട്ടെ. ആരാധന എന്നേശുവേ, ആരാധന എന്നേശുവേ. ഇരുകരങ്ങളും ഉയർത്തി എല്ലാവരും ചേർന്ന് യേശുവിനെ വിളിച്ച് ആരാധിക്കട്ടെ. യേശുവേ,